കാരണം ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എന്തൊക്കെ ഒരു വീർപ്പുമുട്ടൽ എനിക്ക് അനുഭവപ്പെടുന്നു. കാരണം മറ്റേത് വേദിക്ക് സമീപം സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാൽ ബഷീർക്കാർക്ക് അറിയാം, കുറേ തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവിടെ. ഇവിടെ നിൽക്കുമ്പോൾ എന്തായാലും ഒരു വീർപ്പുമുട്ട്. എന്നിരുന്നാലും സർവശക്തനായ അല്ലാഹുവിനെ സ്തുതിക്കണം, അൽഹംദുലില്ലാഹ്. കാരണം ബഷീർക്ക് സംസാരിക്കുന്ന ഒരു വാട്സപ്പിൽ എനിക്ക് കുറേ മുമ്പ് ഒരു ക്ലിപ്പ് ഇട്ടിരുന്നു. ഇതിന് മുന്നേ ഒരു 3 മാസം മുമ്പ് ഞാൻ എൻ്റെ അവധിക്കൂടെ വന്നിരുന്നു. പക്ഷെ അന്ന് ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചില്ല. എൻ്റെ പിതാവിൻ്റെ മരണത്തിന് ശേഷമാണ് ഞാനിവിടെ എത്തിപ്പെടുന്നതും. അന്നിന്നെ ബഷീർഖാൻ്റെ കൂടെ 2 തവണ എൻ്റെ കൂടെ ഇരുത്തി. അങ്ങനെ പല കേസുകളും ഇതിൻ്റെ പരാതികളുമായിട്ട് വരുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഹൃദയം വല്ലാതെ മിടുപ്പ് കൂടുന്ന ആയി തോന്നുക. കാരണം നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ് എന്നുള്ള ഒരവസ്ഥ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, കാരണം അതുപോലെ പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ വീടുകളിൽ എത്ര ഭക്ഷണം നമ്മൾ വേസ്റ്റാക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കല്യാണങ്ങളിൽ, ചില കല്യാണങ്ങളൊക്കെ ഭക്ഷണം അമിതമായിട്ട് അവസാനം കുഴിച്ചു മൂടിയ അവസ്ഥ വരെ എനിക്കറിയാം. കൊടുത്തിട്ടും ബാക്കിയായ ഭക്ഷണം, കൊയ് പൊരിച്ചതും ബിരിയാണിയെല്ലാം അവസാനം കുഴിച്ചിട്ട് അതിലിട്ട് കുട്ടുമൂടുന്ന ഒരവസ്ഥ വരെ. എന്നിട്ടും നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ പട്ടിണിയും മറ്റും നമ്മൾ അറിയുന്നില്ല എന്ന് അറിയുമ്പോൾ വളരെയധികം സങ്കടമാണ്. ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പൊക്കെ വിചാരിച്ചിരുന്നത്, എൻ്റെ പിതാവ് മരിക്കുന്ന സമയത്ത്, മരിച്ചതിന് ശേഷം പിതാവിന് വേണ്ടി പിന്നെ നമ്മൾ ചെയ്യുന്ന സദക്കയായ കാര്യങ്ങൾ ഞങ്ങളെ ഫാമിലി ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ നമ്മളെ ബന്ധുമിത്രത്തിൽ പറഞ്ഞ, നമുക്ക് മലപ്പുറം ജില്ല വിട്ടിട്ട് മറ്റെവിടെയെങ്കിലും ഈ ഉൾനാടൻ ഗ്രാമങ്ങളിൽ എത്തിങ്ങാനങ്ങളോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ ബുദ്ധിമുട്ടുന്ന കുറേ ഏരിയകളുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ അമ്മായിക്കൊക്കെ പറഞ്ഞത് പാലക്കാട് സ്ഥലമുണ്ട്, അവരങ്ങനെ എന്തായാലും ഭക്ഷണമൊക്കെ കൊണ്ടുപോയി കൊടുത്ത് റമളാനിൽ വളരെയധികം സന്തോഷം നിറഞ്ഞ അവസ്ഥക്കാരെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരോട് അത് ഉറപ്പ് കൊടുത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമ്മൾ തീരുമാനിക്കുക, ഞങ്ങൾ കണ്ടെത്തിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് ആ ദിവസമാണ് ഞാൻ ബഷീർക്കാക്ക് വിളിച്ചത്. ബഷീർക്ക് ആ സമയത്ത് ഞങ്ങളെ നാട്ടിലൂടെ കടന്നു പോയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചപ്പോൾ ബഷീർക്കാരന് ഇൻഷാ അല്ലാഹ് നിങ്ങൾ അടുത്ത ഞായറാഴ്ചയാണ് വരി. അങ്ങനെ ഞാൻ വന്നപ്പോൾ അന്ന് ഇവിടെ എന്താ സംഗമം നടക്കുന്നത്, പക്ഷേ എനിക്ക് വിധവാ സംഘമാണെന്നൊന്നും അറിയില്ല. അന്ന് ബഷീർക്ക് സംസാരിക്കുന്നുണ്ട്. അന്ന് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട മൂപ്പരൊന്ന് വലിയ സാഹസ് കാണുന്നില്ല. മൂപ്പരെന്നതിനെ മുസാഫർഖാൻ ആ പള്ളീനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഇരുത്തി. അങ്ങനെ അവിടെ ഇരുന്നു, ബഷീർഖാനെ കൂടെ ഇരുന്നു, കാര്യം 2 ദിവസം ഇരുന്നു. പിന്നെ 3-ാമത്തെ ദിവസം ബഷീർഖാനെ വിളിച്ചപ്പോൾ എനിക്ക് ഇരിക്കാനൊരു മടി. കാരണം നമ്മളറിയാതെ നമ്മൾ ഓരോരുത്തരുടെ അവസ്ഥ കേട്ടിട്ട് നമ്മൾ ഇയാളെ സഹായിക്കാം എന്നൊരു മനസ്സിന് കരുതി വെക്കുമ്പോൾ, ബഷീർഖാൻ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ പിന്നെ അടുത്ത കേസ് പിന്നെ അതിനെക്കാട്ടും കഷ്ടപ്പാടുള്ള ആൾക്കാരാണ്. പിന്നെ ഇത് ആരെ സഹായിക്കണം, അല്ലെങ്കിൽ ആരൊക്കെ എന്തെങ്കിലും നമ്മൾ കയ്യിൽ എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളത് നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് വേണ്ടി തന്നെ ഒരു കൺഫ്യൂഷൻ വരാണ്. അത്രത്തോളം ദയനീയമായ ചുറ്റുപാടുകളാണ് നമുക്കുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ബിസ്മിയിൽ വന്നത് സർവശക്തനായ അള്ളാഹുവിനെ പോയി സ്തുതിക്കണം, അൽഹംദുലില്ലാഹ്. കാരണം നമുക്ക് നമ്മളെക്കുറിച്ചൊരു ബോധം ഉണ്ടാകണം. നമ്മുടെ കൂട്ടത്തിൽ പലരും പറയും ഞാൻ ആരാ മോനെന്ന് പറയും. നമ്മളെ കൂട്ടത്തിൽ പലരും പറയുന്ന പറയും ഞാൻ ആരാ മോൻ. ഇപ്പം ഞാൻ മനസ്സിൽ ചിന്തിക്കാറുണ്ട്, പടച്ച റബ്ബേ, നമ്മളൊരു പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് നമ്മളൊരു ബീജഗണത്തിന് ചെറിയ തുള്ളിയിലാണ് നമ്മളുണ്ടായതെന്നുള്ളത്. എന്നിട്ട് നമ്മൾ പറയും ഞാൻ ആരാ മോൻ. പടച്ചോൻ വിചാരിച്ചാൽ നമ്മൾ ഒന്നുമല്ലാത്ത അവസ്ഥയിലാകും. നമ്മളാ ഭിന്നശേഷി അതിൽ ഉള്ള കുറേ നല്ല ചുറുചുറുക്കുള്ള ചെറുക്കന്മാരുണ്ട്. അവർക്ക് നമ്മളെപ്പോലെ ഉള്ള ആളുകളായിരുന്നു. അവർ സ്വാഭാവികമായിട്ട് ഒരു ജീവിതത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ അസുഖമായി വന്നവരല്ല അവർ. അപ്പോൾ ഞാൻ പലരും ഒരാൾക്കാർ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഒരാൾക്ക് ആക്സിഡൻ്റ് ആയതാണ്, ബൈക്ക് ആക്സിഡൻറ്റ്. നമ്മളൊക്കെ ബൈക്കായിട്ട് പോകുന്ന രംഗം കണ്ടാൽ, ഞാനായാലും നിങ്ങളായാലും പോകുന്ന കണ്ടാൽ നമ്മൾക്ക് ഭയമാണ്. ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഭയം. അങ്ങനത്തെ അവസ്ഥ ആക്സിഡൻ്റ് ആയിക്കാണ്ട് കൈയും കാലും കുഴഞ്ഞിട്ട് ദയനീയമായ അവസ്ഥ വരുന്ന സമ്പ്രദായം.
അപ്പം നമ്മളൊക്കെ എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരു നിശ്ചയമില്ല. ഒക്കെ അള്ളാഹിൻ്റെ അടുത്തുള്ള കാര്യം. എല്ലാ അപകടത്തിൽ നിന്നും പഠിച്ച് നമ്മളെ കാക്കട്ടെ. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മളൊരിക്കലും അഹങ്കരിക്കുകയൊന്നും ചെയ്യരുത്. എന്തും എപ്പോഴും നമുക്ക് സംഭവിക്കാം. പരിശുദ്ധമാക്കപ്പെട്ട ഒരു വചനമുണ്ട്, നമ്മളൊരു യാത്രക്കാരനാണെന്നുള്ളത്. നമ്മൾ നാളെ എവിടെ എത്തിയപ്പെടുന്നോ, നാളെ എവിടെ വെച്ച് മരിക്കുന്നെന്നോ നമുക്കറിയില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം നമ്മുടെ നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കുക. നമ്മൾ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഒഴിവാക്കി കൊടുത്താൽ പഠിച്ച നമ്മളെ ബുദ്ധിമുട്ട് നന്നാക്കി ഒഴിവാക്കി കൊടുക്കും. കാരണം നന്നാക്കി അനുഭവിച്ചതാണ് ഞാൻ. കമ്പനി വളരെയധികം എക്കണോമിക് ക്രൈസിസിന് കുറേ ആൾക്കാരെ, ഇപ്പം നമ്മൾ ഡിവിഷനിൽ നിന്ന് ശേഷം 20,000 50,000 ആൾക്കാരെ പുറത്താക്കിയ സമയത്ത് അള്ളാഹിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഞാനിപ്പോൾ അതിന് പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പം എന്തില്ല, ഇപ്പോൾ ജോലി ചെയ്യുന്നത് ജിദ്ദയിലാണ്. അപ്പം ഇതുവരെ കിട്ടിയപ്പോൾ ആകെ ഒരു മാസത്തെ ശമ്പളം അതിൽ പെൻഡിങ് ഉള്ളൂ, 1.5 മാസത്തെ. ബാക്കിയെല്ലാം ശമ്പളം അൽഹംദുലില്ലാഹ് അപാരമായ അനുഗ്രഹം കൊണ്ട് കഴിച്ചലായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ കുറേ മുമ്പ് മക്കത്ത് വർക്ക് ചെയ്ത ആൾക്ക് ഇപ്പോഴും 10-9 മാസം പെൻഡിങ്ങായി ഇപ്പോഴും നിൽക്കുന്ന ടീമുണ്ട്. അപ്പം ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്, മറ്റുള്ള ഒരാളുടെ ബുദ്ധിമുട്ട് നമ്മളെ കൈകൊണ്ട് നമ്മൾ തീർത്ത് കൊടുത്തുകൊണ്ടാണ് പഠിച്ചവൻ നമ്മളെ ബുദ്ധിമുട്ട് പഠിച്ചവൻ തീർത്തുള്ളൂ. എന്തെങ്കിലും ബുദ്ധിമുട്ട് പഠിച്ച റബ്ബേ, ഞാൻ ഇന്ന സമയത്ത് ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ട് പഠിച്ചവനെ, ചിൻ്റെ ഈ ബുദ്ധിമുട്ടൊന്ന് തീർത്തുകൊണ്ട് അള്ളാഹ്. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആ ബുദ്ധിമുട്ടൊക്കെ എങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് ഇല്ലാതായി പോവും. നിങ്ങളെല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ സമയം അല്പമെങ്കിലും നിങ്ങൾ ചെലവഴിക്കുക. ആ സമയം നമുക്ക് ആഖിറത്തിലും ദുനിയാവിലും പടച്ചവൻ നമുക്ക് ഉപകാരപ്രദമാക്കും എന്നുള്ള വിശ്വാസം